ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ അറസ്റ്റിന് നീക്കവുമായി SIT. ഇടനിലക്കാരൻ കൽപേഷിനെ ഉടൻ ചോദ്യം ചെയ്യും. ചെന്നൈയിലെ ഒരു വ്യവസായിയെ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൊടുത്തുവിടാനുള്ള തീരുമാനമെടുത്ത ദേവസ്വം ബോർഡിലുള്ള മറ്റംഗങ്ങളെയും ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചേക്കും. കേസിലെ പ്രതി ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷകൾ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. TV പ്രസാദ് നൽകും വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് പ്രസാദ്. ഈ ഗോവർദ്ധൻ ദേവസ്വം ബോർഡിനെ വെട്ടിലാക്കുന്ന മൊഴിയാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ കൂടുതൽ പേരിലേക്കുള്ള അന്വേഷണം നീങ്ങുമ്പോൾ ഇതിൽ കൽപേഷിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ എന്താണ് SIT ഉദ്ദേശിക്കുന്നത്, പ്രത്യേകിച്ചും ഇടനിലക്കാരൻ എന്ന രീതിയിൽ? അപ്പോൾ ഇനിയുള്ള നീക്കങ്ങൾ എന്തായിരിക്കും? മറ്റ് നടപടികൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഗുഡ് മോർണിംഗ്. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനം ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം നീക്കങ്ങൾ ഒന്നുകൂടി വേഗത്തിലാക്കിയത്. ഇനിയിപ്പോൾ നേരത്തെ 6 ആഴ്ച കൂടി അന്വേഷിക്കാനുള്ള സമയം നീട്ടിയിരുന്നു. അതിൽ 3 ആഴ്ച പിന്നിടുകയാണ്. വെറും 3 ആഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. ഇപ്പോഴും തൊണ്ടി മുതൽ എവിടെയാണ് എന്ന കാര്യത്തിൽ ഇതുവരെയും നിശ്ചയമില്ല. മാത്രമല്ല, പ്രധാനപ്പെട്ട മറ്റു പല ആളുകളിലേക്കും അന്വേഷണം എത്തിയില്ല എന്ന ഹൈക്കോടതിയുടെ കൂടി വിമർശനം നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റായ A. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ട് നാളുകളേറെയായി. പക്ഷേ അതിലുണ്ടായിരുന്ന മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങളായ വിജയകുമാറിനെയും അതുപോലെ തന്നെ ശങ്കർദാസിനെയും രണ്ടുപേരെയും ഇതുവരെയും അറസ്റ്റ് ചെയ്യുകയോ മറ്റ് നടപടികളിലേക്കോ കടന്നിട്ടില്ല എന്ന വിമർശനം ഹൈക്കോടതിയുടേതാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് രണ്ടുപേരെയും നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. ഒപ്പം ഇതിലെ സ്വർണം പോയ ആ വഴികൾ, അതായത് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ട സ്വർണം അത് എങ്ങോട്ടേക്കാണ് പോയത് എന്ന വഴികളിലേക്ക് കൂടുതൽ അന്വേഷണം തുടരുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഇനിയിപ്പോൾ സ്വർണം കൈമാറിയെന്ന് കരുതുന്ന കൽപേഷിനെ ഉടൻ നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കാനാണ് ശ്രമം. മാത്രവുമല്ല, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ദ്വാരപാലക വിഗ്രഹങ്ങളിലെയും കട്ടിളപ്പടിയിലെയും ആ പറയുന്ന പാളികൾ അപ്പാടെ തന്നെ മറിച്ചു വിറ്റു എന്ന നിഗമനത്തിലേക്കാണ് ഏതാണ്ട് എത്തുന്നത്. ആ VSSCയിൽ പരിശോധനയ്ക്കായി കൊടുത്തതിന്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം, അത് പുറത്തു വന്നതിന് ശേഷം മാത്രമേ അതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയൂ എന്നുള്ളതാണ്. എന്തായാലും തൊണ്ടി മുതൽ എങ്ങോട്ടേക്ക് പോയി എന്ന കാര്യത്തിൽ ഇപ്പോഴും പ്രത്യേക അന്വേഷണ സംഘത്തിന് വ്യക്തതയില്ല. ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും പിന്നീട് മുരാരി ബാബു, D. സുധീഷ് കുമാർ, KS ബൈജു തുടങ്ങിയ ഉദ്യോഗസ്ഥരിലും N. വാസു, A. പത്മകുമാർ തുടങ്ങിയ ആ ദേവസ്വം ബോർഡിന്റെ പ്രതിനിധികളിലേക്കും മാത്രമാണ് അന്വേഷണം നീണ്ടുപോയത്. കഴിഞ്ഞ ദിവസം മാത്രമാണ് ഗോവർദ്ധനെയും അതുപോലെ തന്നെ പങ്കജ് ഭണ്ഡാരിയെയും അറസ്റ്റ് ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായത്. ഇനിയുള്ള നീക്കം ഏറെ നിർണായകമാണ്. തൊണ്ടി മുതൽ കണ്ടെത്താൻ അതുകൊണ്ട് കൽപേഷിനെ വിളിപ്പിക്കും. മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങളായ ശങ്കർദാസിനെയും വിജയകുമാറിനെയും ഉടൻ നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘം ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും എന്തായാലും നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇനി നടക്കാൻ പോകുന്നത്. TV പ്രസാദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.